Hello everyone, welcome to Xylem Banking. So, in the banking exam, very important topic is quadratic equation. So, prelims and mains important. So, prelims 4 to 5 questions. That's mains 4 to 8 questions. So, the topic is quadratic equation. So, quadratic equation ചില questions പെന്നും പേപ്പർ യൂസ് ചെയ്ത് ഒറ്റ നോട്ടത്തിൽ നോക്കിയതും ആൻസറിലോട്ട് എത്താൻ പറ്റുന്ന ചില ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഇന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ അല്ലേ? റൈറ്റ്. സോ എന്താണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ? സോ ക്വാഡ്രാറ്റ് എന്ന് പറയുന്ന ഒരു ലാറ്റിൻ വേർഡിൽ നിന്നാണ് ആക്ച്വലി ക്വാഡ്രാറ്റിക് എന്ന് പറയുന്ന ഒരു ടേം ഉണ്ടായത്. സോ ദാറ്റ് മീൻസ് വാട്ട്? സംതിങ് റിലേറ്റഡ് ടു സ്ക്വയർ, അതായത് സ്ക്വയർ 2. അപ്പോൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താ? ഒരു സെക്കൻഡ് ഓർഡർ പോളിനോമിയൽ ഇക്വേഷൻ ആണ്. ഒന്നുമില്ല, പവർ 2 ആയി കഴിഞ്ഞാൽ നമുക്കതിനെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറയാം. അപ്പോൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ എന്ത് അറിഞ്ഞിരിക്കണം? എന്താണ് ഒരു എക്സ്പ്രഷൻ, എന്താണ് ഒരു ആൽജിബ്രായിക് എക്സ്പ്രഷൻ? അതായത് മാത്സിൽ നമ്മൾ ആൽജിബ്രായിക് എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് എൻ എക്സ്പ്രഷൻ ഹാവിംഗ് വാട്ട്? കോൺസ്റ്റൻസ്, വേരിയബിൾസ് ആൻഡ് സം മാത്തമാറ്റിക്കൽ ഓപ്പറേറ്റേഴ്സ്. അതായത് ഇപ്പോൾ ഞാനിവിടെ എഴുതുകയാണ് x+2 √x+3 x square plus 2x. ഇതെല്ലാം എന്താ? ഒരു ആൽജിബ്രായിക് എക്സ്പ്രഷൻ ആണ്. കാരണം നോക്കിയേ, അതിൽ വേരിയബിൾസ് ഉണ്ട്. എക്സ് അൺനോൺ ആണ്, അതിന് വേരിയബിൾ എന്ന് പറയാം. അതുപോലെ കോൺസ്റ്റന്റ് 2, നോക്കിയേ 3, റൈറ്റ്. അതുപോലെ തന്നെ ഒരു മാത്തമാറ്റിക്കൽ ഓപ്പറേറ്റർ ഉണ്ട്, പ്ലസ് ആവാം മൈനസ് ആവാം, റൈറ്റ്. സോ ഇതെല്ലാം വരുന്നതിന് നമ്മൾ എന്ത് പറയും? ഒരു ആൽജിബ്രായിക് എക്സ്പ്രഷൻ എന്ന് പറയും. ഇനി ആ സെയിം ആൽജിബ്രായിക് എക്സ്പ്രഷനിൽ നമ്മൾ ഒരു ഈക്വൽ ടു സൈൻ ഇട്ട് കൊടുത്തു എന്ന് വിചാരിക്കുക. അതായത് x+2 is equal to എന്ത് കോൺസ്റ്റൻറ്റും ആവാം, 0 ആവാം, എന്തോ ആവാം. അപ്പോൾ ഞാൻ ചുമ്മാ 0 ഇട്ട് കൊടുക്കുകയാണ്. അതായത് ഒരു ആൽജിബ്രായിക് എക്സ്പ്രഷനിൽ നമ്മൾ 0 ഇട്ട് കൊടുത്താൽ നമുക്ക് അവരെന്ത് വിളിക്കാം? ഒരു ആൽജിബ്രായിക് ഇക്വേഷൻ ഓർ സിംപ്ലി ഇക്വേഷൻ എന്ന് പറയാം. ഓക്കെ അല്ലേ? റൈറ്റ്. അപ്പോൾ എന്താണ് എക്സ്പ്രഷൻ എന്നറിയാം? വേരിയബിൾ, കോൺസ്റ്റൻസ്, അതുപോലെ മാത്തമാറ്റിക്കൽ ഓപ്പറേറ്റേഴ്സ് ഉള്ള ഒരു എക്സ്പ്രഷൻ നമുക്ക് എന്ത് പറയാം? ആൽജിബ്രായിക് എക്സ്പ്രഷൻ എന്ന് പറയാം. റൈറ്റ്. യെസ്. അപ്പോൾ എന്താണ് പോളിനോമിയൽസ്? അപ്പോൾ പോളിനോമിയൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ആക്ച്വലി പോളി മീൻസ് വാട്ട്? മെനി. നോമിയൽ മീൻസ് വാട്ട്? ടേംസ്. അത് കുറേ ടേം ഉള്ള ഒരു എക്സ്പ്രഷന് നമുക്ക് എന്ത് പറയാം? പോളിനോമിയൽസ് എന്ന് പറയാം. കുറേ ടേം ആയാൽ മാത്രം പോരാ, ആ വേരിയബിൾസിൻ്റെ പവേഴ്സ് എന്തായിരിക്കണം? ഹോൾ നമ്പേഴ്സ് ആയിരിക്കണം. അതായത് നമ്മളിവിടെ കുറേ ആൽജിബ്രായിക് എക്സ്പ്രഷൻ എഴുതി നോക്കിയേ. x+2 √x+3 x² + 2x. അതായത് ഇതിലെ വേരിയബിൾസിൻ്റെ പവർ നോക്കിയേ. x⁻1, ഇവിടെ √x എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താ? x⁻1/2 ആണ്. അതുപോലെ ഇവിടെ x² ആണ്, 1 ആണ്. സോ ഈ പവേഴ്സ് എല്ലാം എന്താവണം? ഒരു ഹോൾ നമ്പർ ആവണം. അതായത് 0, 1, 2, 3 ഇതിൽ ആരെങ്കിലും ആവണം. സോ ഡെസിമൽ ആവേ, റൂട്ട് ആയേ, അങ്ങനെ വേറെ എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ അത് ഒരു ഹോൾ നമ്പർ അല്ല. അപ്പോൾ നമുക്ക് അതിന് എന്ത് വിളിക്കാൻ പറ്റില്ല? പോളിനോമിയൽ എന്ന് വിളിക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് എന്താണ് പോളിനോമിയൽ? പവർ ഹോൾ നമ്പേഴ്സ് ആണ്. അതായത് x² + 2x അല്ലെങ്കിൽ x+2 ഇതെല്ലാം എന്താ? പോളിനോമിയൽസ് ആണ്. അപ്പോൾ പോളിനോമിയൽസിൽ അതുപോലെ ഒരു ഈക്വൽ ടു സൈൻ ആയി കഴിഞ്ഞാൽ നമുക്ക് അവരെന്ത് വിളിക്കാം? പോളിനോമിയൽ ഇക്വേഷൻ എന്ന് വിളിക്കാം. മാത്രമേ ഉള്ളൂ. ഈക്വൽ ടു സൈൻ കൊടുത്താൽ അവരാരാ? ഇക്വേഷൻ ആണ്. യെസ്. അപ്പോൾ എന്താണ് ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയൽ? നമ്മൾ പറഞ്ഞു ക്വാഡ്രാറ്റിക് എന്ന് പറഞ്ഞാൽ സംതിങ് റിലേറ്റഡ് ടു സ്ക്വയർ ആണ്. അതായത് ഈ പോളിനോമിയലിലെ ഹയസ്റ്റ് പവർ 2 ആയി വന്നാൽ, ഹയസ്റ്റ് പവർ നമുക്ക് വേറൊരു ടേം ഉണ്ട്, ഡിഗ്രി. അതായത് ഒരു പോളിനോമിയലിൻ്റെ ഡിഗ്രി 2 ആയി കഴിഞ്ഞാൽ, ഹയസ്റ്റ് പവർ 2 ആയാൽ നമുക്ക് അവരെന്ത് വിളിക്കാം? ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയൽ എന്ന് വിളിക്കാം. അതായത് നമ്മുടെ x² + 2x എന്താ? ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ആണ്. ഇനി അതേ ക്വാഡ്രാറ്റിക് പോളിനോമിയലിൽ ഒരു ഈക്വൽ ടു സൈൻ കൊടുത്താൽ നമുക്ക് എന്ത് വിളിക്കാം? യെസ്, ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് വിളിക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ എന്താണ് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ? ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ദ വേരിയബിൾ x ഈസ് എൻ ഇക്വേഷൻ ഓഫ് ദ ഫോം യെസ് ax² + bx + c is equal to 0 where a, b, c are real numbers and a not equal to 0. അപ്പോൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ നമ്മൾ പറഞ്ഞു ഹയസ്റ്റ് പവർ 2 ആണ്, ഡിഗ്രി 2 ആണ്. അപ്പോൾ a ഇവിടെ 0 ആയി കഴിഞ്ഞാൽ ax² എന്താവും? 0 ആവും. എന്ന് വെച്ചാൽ അതൊരു ലീനിയർ ആവും, ഒരു ലീനിയർ ഇക്വേഷൻ ആവും. കാരണം ഹയസ്റ്റ് പവർ 1 ആവും. കാരണം bx മാത്രമേ ഉണ്ടാവുള്ളൂ. മനസ്സിലായോ? അപ്പോൾ ഹയസ്റ്റ് പവർ 2 ആവണം, ഡിഗ്രി 2 ആവണം. അതാണ് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. അതിൽ എ, ബി, സി എന്ന് പറയുന്നത് കോൺസ്റ്റൻസ് ആണ്. എന് നമുക്ക് എന്ത് പറയാം?
കോയിഫിഷ്യൻ്റ് ഓഫ് എക്സ് സ്ക്വയർ എന്ന് പറയാം കോൺസ്റ്റന്റ്, അത് തന്നെയാണ് കോയിഫിഷ്യൻ്റ് ഓഫ് എക്സ് സ്ക്വയർ. അതുപോലെ ബി എന്താ കോയിഫിഷ്യൻ്റ് ഓഫ് എക്സ് ആണ്, സി എന്താ സിംപ്ലി കോൺസ്റ്റന്റ് ആണ്. റൈറ്റ്. അപ്പോൾ എന്താണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് മനസ്സിലായി. ഇനി നമ്മൾ എന്ത് മനസ്സിലാക്കണം, എന്താണ് സൊല്യൂഷൻ അല്ലെങ്കിൽ റൂട്ട് അല്ലെങ്കിൽ സീറോ ഓഫ് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. അതായത് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷനിൽ അത് എക്സിലായിക്കോട്ടെ വൈയിലായിക്കോട്ടെ വേറെ ഏത് വേരിയബിളിലായിക്കോട്ടെ നമ്മൾ ഏതെങ്കിലും ഒരു കോൺസ്റ്റന്റ് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ LHSഉം RHSഉം ഈക്വലായി വന്നാൽ ആ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത കോൺസ്റ്റന്റിനെയാണ് നമ്മൾ എന്ത് പറയുക, സൊല്യൂഷൻസ് അല്ലെങ്കിൽ റൂട്ട്സ് അല്ലെങ്കിൽ സീറോസ്. സോ എന്താണ് റൂട്ട്, സൊല്യൂഷൻ അല്ലെങ്കിൽ സീറോസ്? വാല്യൂസ് ഓഫ് എക്സ് ദാറ്റ് സാറ്റിസ്ഫൈസ് ദ ഗിവൺ ഇക്വേഷൻ പ്രൊവൈഡഡ് നമ്മുടെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എക്സ് വേരിയബിളിലാണ്, വൈയിലാണെങ്കിൽ വാല്യൂസ് ഓഫ് വൈ, ഇസഡിലാണെങ്കിൽ വാല്യൂസ് ഓഫ് ഇസഡ്. അത്രേ ഉള്ളൂ. ഇനി ഫോർ എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ വി ഹാവ് 2 സൊല്യൂഷൻ. അതായത് ഡിഗ്രിയുടെ ബേസിസിലാണ് നമ്പർ ഓഫ് സൊല്യൂഷൻ. ഒരു ലീനിയർ ഇക്വേഷൻ ആയിക്കോട്ടെ അതിന് ഒരൊറ്റ സൊല്യൂഷൻ ഉണ്ടാവുള്ളൂ, കാരണം ലീനിയർ എന്ന് പറഞ്ഞാൽ ഹയസ്റ്റ് പവർ 1 ആണ്, ക്വാഡ്രാറ്റിക് എന്ന് പറഞ്ഞാൽ ഹയസ്റ്റ് പവർ 2 ആണ്. അപ്പോൾ മാക്സിമം 2 സൊല്യൂഷനാണ് ഉണ്ടാവുക. ഇനി ഒരു ക്യൂബിക് ഇക്വേഷൻ ആയിക്കോട്ടെ, ക്യൂബിക് പോളിനോമിയൽ ആയിക്കോട്ടെ, അതിന് എത്ര സൊല്യൂഷൻ ഉണ്ടാവും? മാക്സിമം 3 ആണ്, കാരണം ക്യൂബിക് ആണ്. ഇനി 4 ആണെങ്കിൽ 4 സൊല്യൂഷൻസ് ആണ് ഉണ്ടാവുക. അപ്പം നമുക്ക് ക്വാഡ്രാറ്റിക് ഇക്വേഷനിൽ മാക്സിമം 2 റൂട്ട്സ് അല്ലെങ്കിൽ സൊല്യൂഷൻസ് അല്ലെങ്കിൽ സീറോസ് ആണ് ഉണ്ടാവുക. റൈറ്റ്. ഇനി നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യേണ്ടത് എന്താ, ഹൗ ടു ഫൈൻഡ് റൂട്ട്സ്, എങ്ങനെ നമ്മൾ റൂട്ട്സ് കണ്ടുപിടിക്കുക. അപ്പോൾ ചെറിയ സ്കൂളിൽ നമ്മൾ ചെറിയ ക്ലാസ്സസിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് വാട്ട് ഫാക്ടറൈസേഷൻ യൂസ് ചെയ്തിട്ട് ഫാക്ടറൈസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, റൂട്ട്സ് കണ്ടുപിടിക്കും. അതുപോലെ ക്വാഡ്രാറ്റിക് ഫോർമുല യൂസ് ചെയ്യും. പിന്നെ അതുപോലെ കംപ്ലീറ്റിംഗ് സ്ക്വയർ മെത്തേഡ്, അങ്ങനെ വേരിയസ് മെത്തേഡ്സ് ഉണ്ട്. റൈറ്റ്. യെസ്. അപ്പം നമ്മൾ ഫാക്ടറൈസേഷൻ എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താ, നമ്മൾ 4 എടുത്തു. അപ്പോൾ 4ന്റെ ഫാക്ടേഴ്സ് എന്താ, 2 ആണ്, 1 ആണ്, 4 ആണ്. അപ്പോൾ ഫാക്ടറൈസേഷൻ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒരു നമ്പറിനെ എന്ത് ചെയ്യണം, അതിൻ്റെ ഫാക്ടേഴ്സിൻ്റെ പ്രോഡക്റ്റിൽ എഴുതുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുക, ഫാക്ടറൈസേഷൻ എന്ന് പറയുക. അതായത് 4ന് നമ്മൾ എങ്ങനെ എഴുതാം, 2 × 2 എന്ന് എഴുതാം, അല്ലെങ്കിൽ 1 × 4 എന്ന് എഴുതാം. ഈ പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുക, ഫാക്ടറൈസേഷൻ എന്ന് പറയുക. അപ്പോൾ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ കേസിൽ ഫാക്ടറൈസ് ചെയ്യുക എന്ന് പറയുമ്പോഴെന്താ, ആ വലിയ പോളിനോമിയലിനെ ചെറിയ പോളിനോമിയൽസിൻ്റെ പ്രോഡക്റ്റ് ആയിട്ട് എഴുതണം. ദാറ്റ് മീൻസ് ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയലിനെ നമ്മൾ എങ്ങനെ എഴുതും, പ്രോഡക്റ്റ് ഓഫ് ലീനിയർ പോളിനോമിയൽ ആയിട്ട് എഴുതും. കാരണം മാക്സിമം ഡിഗ്രി ഹയസ്റ്റ് ഡിഗ്രി ക്വാഡ്രാറ്റിക്കിന് 2 ആ. അപ്പോൾ അതിൻ്റെ ചെറിയ പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ എന്താ, ലീനിയർ ആണ്. അപ്പോൾ ലീനിയർ ആയിട്ട് നമ്മൾ എഴുതും. ഫോർ എക്സാമ്പിൾ നോക്കി, ഇവിടെ x² - 5x + 6 = 0 ആണ് നമ്മുടെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ റൂട്ട്സ് അല്ലെങ്കിൽ സൊല്യൂഷൻസ് കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്തു, -5xനെ നമ്മൾ -3x - 2x എന്ന് എഴുതി. സിമ്പിൾ തിങ്, നമ്മൾ മിഡിൽ ടേമിനെ സ്പ്ലിറ്റ് ചെയ്തു. അതിനുശേഷം ആദ്യത്തെ 2 ടേം കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും, എക്സ് കോമൺ ആയിട്ട് എടുക്കാം. സോ x² - 3x എക്സ് കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ബാക്കി എന്താ വരിക, x × x - 3. എക്സ് പുറത്തെടുത്തു, ബാലൻസ് x - 3. ഇനി -2x + 6 -2 കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, -2 × x - 3 which is equal to what, 0 എന്ന് കിട്ടും. ഇനി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇവിടെ രണ്ടിലും x - 3 കോമൺ ആണ്, നമ്മൾ അതെടുത്തു x - 3. പിന്നെ എന്താണ് ബാലൻസ് വരിക, റിമൈനിങ് എന്താ ഉണ്ടാവുക, x - 2 ആണ് which is equal to 0. അപ്പം നമുക്ക് 2 പ്രോഡക്റ്റ്, 2 നമ്പേഴ്സിൻ്റെ അല്ലെങ്കിൽ 2 എക്സ്പ്രഷൻ്റെ പ്രോഡക്റ്റ് 0 ആയി കഴിഞ്ഞാൽ അതിനർത്ഥം എന്താ, ഏതെങ്കിലും ഒന്ന് 0 ആവണ്ടേ. റൈറ്റ്. സോ 2 × 0 ആണ് 0. റൈറ്റ്. അപ്പോൾ ഒരു നമ്പറിനെ 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴേ നമുക്ക് 0 കിട്ടുള്ളൂ, അല്ലെങ്കിൽ രണ്ടും സീറോസ് ആവണം. സെയിം ആണ് നമ്മുടെ എക്സ്പ്രഷൻ്റെ കേസിലും. അപ്പോൾ x - 3 × x - 2 = 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ലേ x - 3 ഹാസ് ടു ബി 0, അല്ലെങ്കിൽ x - 2 ഹാസ് ടു ബി 0. അപ്പോൾ ഇത് രണ്ടും 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, എക്സിൻ്റെ വാല്യൂ 3 കിട്ടും, എക്സിൻ്റെ വാല്യൂ 2 കിട്ടും. ദാറ്റ് മീൻസ് ക്വാഡ്രാറ്റിക് ഇക്വേഷന് നമുക്ക് 2 റൂട്ട്സ് കിട്ടി, 2 സൊല്യൂഷൻ കിട്ടി, 2 സീറോസ് കിട്ടി. ഓക്കെ അല്ലേ? റൈറ്റ്. പക്ഷേ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന്, എസ്പെഷ്യലി നമ്മുടെ ബാങ്കിങ് എക്സാമിന് നമ്മൾ എങ്ങനെ സോൾവ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് ടൈം എടുക്കും, ഒരുപാട് സമയം എടുത്തിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്കത് ക്രാക്ക് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് വി ഹാവ് ടു ഗിവ് വാട്ട് സേ 10 സെക്കൻഡ്സ് 20 സെക്കൻഡ്സേ നമ്മളൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷന് കൊടുക്കാൻ പറ്റുള്ളൂ. അതിനുള്ളിൽ നമ്മൾ സോൾവ് ചെയ്യണം. സോ അത് എങ്ങനെയാണ് ചെയ്യുക? അപ്പം നമുക്കൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ ചെക്ക് ചെയ്യേണ്ട കാര്യം എന്താ, അത് സ്റ്റാൻഡേർഡ് ഫോമിലാണോ എഴുതിയിട്ടുണ്ടാവുക എന്നുള്ളത് നോക്കണം. അതായത് ആദ്യം x² ടേം, ഏറ്റവും ഹയസ്റ്റ് പവർ ടേം ആദ്യം എഴുതുക, x² + bx + c = 0. ഇതാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് ഫോം ഓഫ് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. x² ടേം എഴുതുക, x എഴുതുക, then what the constant c which is equal to 0. ഇതാണ് സ്റ്റാൻഡേർഡ് ഫോം. ഒന്നുമില്ല, അത് മനസ്സിൽ ഇമാജിൻ ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ എഴുതുക. സോ ആദ്യം നിങ്ങൾ എഴുതുക, പിന്നെ കുറേ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അത് മനസ്സിൽ ഇമാജിൻ ചെയ്താൽ മതി. സോ ആദ്യം
എന്ത് ചെയ്യണം, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സ്റ്റാൻഡേർഡ് ഫോമിൽ എഴുതണം. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, സോ ഇവിടെ ഒരു എക്സാമ്പിൾ എടുത്തിട്ടുണ്ട്. എക്സ് സ്ക്വയർ മൈനസ് 5x പ്ലസ് 6 ഇസ് ഈക്വൽ ടു 0 ആണ് നമ്മുടെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ, റൈറ്റ്. അപ്പോൾ ഇതിൽ എ എന്ന് പറയുന്നത് ആക്ച്വലി എന്താ, കോയിഫിഷ്യന്റ് ഓഫ് എക്സ് സ്ക്വയർ ആണ്. അതായത് കോൺസ്റ്റന്റ് അറ്റാച്ച്ഡ് ടു വാട്ട്, എക്സ് സ്ക്വയർ. നമ്മൾ എന്ത് പറയും, കോയിഫിഷ്യന്റ് ഓഫ് എക്സ് സ്ക്വയർ എന്ന് പറയും. ആൻഡ് വാട്ട് ഈസ് ബി, യെസ്, കോയിഫിഷ്യന്റ് ഓഫ് എക്സ് ആണ്. ആൻഡ് വാട്ട് ഈസ് സി, സിംപ്ലി കോൺസ്റ്റന്റ്. അപ്പോൾ ആദ്യം നമ്മൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സ്റ്റാൻഡേർഡ് ഫോമിൽ എഴുതും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഫൈൻഡ് ദ പ്രോഡക്റ്റ് എ സി. അപ്പോൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സ്റ്റാൻഡേർഡ് ഫോമിൽ എഴുതിയതിനു ശേഷം എ സിയുടെ പ്രോഡക്റ്റ് നോക്കുക, അവരെ മൾട്ടിപ്ലൈ ചെയ്യുക, മനസ്സിൽ ചെയ്താൽ മതി. അപ്പോൾ എ സി മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഇവിടെ എ സി എന്ന് പറയുന്നത് ആക്ച്വലി എന്താ, 1 into 6 ആണ്, റൈറ്റ്, വിച്ച് ഇസ് ഈക്വൽ ടു വാട്ട്, എന്ത് കിട്ടി, 6 തന്നെയാണ്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ കോൺസ്റ്റന്റിന്റെ അതായത് സിയുടെ സൈൻ എന്താണ് നോക്കാം. അപ്പോൾ നോക്കി ഇവിടെ ശ്രദ്ധിച്ചാൽ അറിയാം, സിയുടെ സൈൻ പ്ലസ് ആണ്. പ്ലസ് ആണെങ്കിൽ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം, ഇവിടെ എഴുതിയ 6ന്റെ 2 ഫാക്ടേഴ്സ് കണ്ടുപിടിക്കണം സച്ച് ദാറ്റ് സം ഇസ് ഈക്വൽ ടു ഇവിടുത്തെ മിഡിൽ ടേം 5. മനസ്സിലായോ? അതായത് ആ കോൺസ്റ്റന്റിന്റെ സൈൻ പ്ലസ് ആയതുകൊണ്ട് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം, ഈ 6ന്റെ 2 ഫാക്ടേഴ്സ് കണ്ടുപിടിക്കണം. അവരുടെ സം എന്തായിരിക്കണം, ഇവിടുത്തെ മിഡിൽ ടേം 5 ആയിരിക്കണം. അതായത് ബിയുടെ വാല്യൂ ഇവിടെ എന്താ, 5 ആണ്. സൈൻ നോക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് 5 ആണെന്ന് പറഞ്ഞാൽ മതി. കാരണം എന്താ, അവിടെ കോൺസ്റ്റന്റിന്റെ സൈൻ പ്ലസ് ആയിരുന്നു. പ്ലസ് ആണെങ്കിൽ നമ്മൾ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കണം, സമ്മ് 5 ആയിരിക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് എന്താ, 6ന്റെ ഫാക്ടേഴ്സ് സമ്മ് 5 ആവണം. അപ്പൊ 1 into 6 6 ആണ്, അത് നമുക്ക് എടുക്കാൻ പറ്റില്ല, സമ്മ് 5 ആവണം. അപ്പൊ 3യും 2 എടുക്കുക. അപ്പൊ നമ്മൾ ആദ്യം ഫാക്ടേഴ്സ് കണ്ടുപിടിക്കുക സച്ച് ദാറ്റ് സം ഇസ് ഈക്വൽ ടു 5. കാരണം എന്താ, ഇവിടെ 6ന്റെ സൈൻ പോസിറ്റീവ് ആണ്, നമ്മുടെ കോൺസ്റ്റന്റ് സിയുടെ സൈൻ പോസിറ്റീവ് ആണ്. അപ്പൊ നമ്മൾ എന്ത് എഴുതി, 3യും 2 ആണ് നമ്മുടെ ഫാക്ടേഴ്സ് എന്ന് എഴുതി. പക്ഷെ അവർ ചുമ്മാ എഴുതിയാൽ പോരാ, നമ്മൾ എങ്ങനെ എഴുതണം, ഡിസെൻഡിങ് ഓർഡറിൽ എഴുതണം. അതായത് ആദ്യം വലിയത് എഴുതുക, ലാർജർ വാല്യൂ എഴുതുക, ലാർജർ നമ്പർ എഴുതുക, പിന്നെ സ്മോളർ നമ്പർ എഴുതുക. എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം എന്തെഴുതണം, നമ്മൾ ആദ്യം 3 എഴുതണം, റൈറ്റ്. യെസ്, ആദ്യം 3 എഴുതി, ദെൻ 2 എഴുതി. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇവർക്ക് സൈൻ കൊടുക്കണം. അപ്പോൾ സൈൻ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടുത്തെ 2 സൈൻ ഫോക്കസ് ചെയ്യുക. ആരുടെയൊക്കെ സൈനാ, ഇവിടെ ബിയുടെ സൈനും അതുപോലെ കോൺസ്റ്റന്റിന്റെ സൈനും. വെരി ഇമ്പോർട്ടൻറ്റ് തിങ്. ഓക്കെ, അപ്പം നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ ബിയുടെ സൈൻ നോക്കി, അത് മൈനസ് ആണ്. അപ്പോൾ ബിയുടെ സൈൻ എന്താണോ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും നമ്മുടെ വലിയ റൂട്ടിൻ്റെ, ലാർജർ റൂട്ടിൻ്റെ, ബിഗ്ഗർ റൂട്ടിൻ്റെ സൈൻ. മേക്ക് സെൻസ്? അപ്പോൾ ഇവിടെ -5x ആണ് നമ്മുടെ ബിയുടെ സൈൻ. എന്താ, ഇവിടെ നെഗറ്റീവ് ആണ്. അപ്പോൾ എന്ത് ചെയ്യുക, ഓപ്പോസിറ്റ് എടുക്കുക, റിവേഴ്സ് എടുക്കുക. എന്ന് വെച്ചാൽ എന്താ, മൈനസ് ആണെങ്കിൽ പ്ലസ് ആക്കുക, പ്ലസ് ആണെങ്കിൽ മൈനസ് ആക്കുക. സോ നമുക്ക് ഈസി ആയിട്ട് പറയാം, ഇവിടെ എന്താ, ഇവിടെ നമുക്ക് എന്താ കിട്ടുക, മൈനസ് ആയതുകൊണ്ട് വലിയ റൂട്ട് ഇവിടെ 3 ആണ്, അതിൻ്റെ സൈൻ എന്തായിരിക്കണം, പ്ലസ് ആയിരിക്കണം. അപ്പോൾ നമുക്ക് ആദ്യത്തെ വാട്ട് റൂട്ടിൻ്റെ, ലാർജർ റൂട്ടിൻ്റെ, ബിഗ്ഗർ വണ്ണിൻ്റെ സൈൻ കിട്ടി. സിമ്പിൾ തിങ്. ഇനി നമ്മൾ എന്ത് ചെയ്യണം, രണ്ടാമത്തെ റൂട്ടിന്റെ സൈൻ കണ്ടുപിടിക്കണം. അതിന് നമ്മൾ കോൺസ്റ്റന്റ് സൈൻ നോക്കുക, പ്ലസ് ആണ് ഇവിടെ. ഓക്കെ, അപ്പൊ കോൺസ്റ്റന്റിനെ ഫോക്കസ് ചെയ്യുക, അവിടുത്തെ സൈൻ പ്ലസ് ആണ്. എന്നിട്ട് കോൺസ്റ്റന്റിന് മുമ്പുള്ള സൈൻ ഉണ്ടല്ലോ, എന്ന് വെച്ചാൽ ബിയുടെ സൈൻ, അതെന്താണ് നോക്കുക. അത് മൈനസ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഈ കോൺസ്റ്റന്റിന്റെ സൈൻ തന്നെ ചെറിയ റൂട്ടിന് കൊടുക്കുക. അതായത് നെഗറ്റീവ് നമ്മളെ വാട്ട് ഇമ്പാക്ട് ചെയ്യോ, ഇമ്പാക്ട് ചെയ്യില്ല. അത് തന്നെയാണ് ഇവിടെയും, നമ്മൾ ഇമ്പാക്ട് ചെയ്യരുത്, ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ നമ്മൾ 6 എന്ന് പറയുന്ന കോൺസ്റ്റന്റിന്റെ സൈൻ പ്ലസ് ആണ്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ചെറിയ റൂട്ടിന്റെ സൈൻ കണ്ടുപിടിക്കുക. അപ്പോൾ 6ന്റെ സൈൻ ഇവിടെ പ്ലസ് ആണ്, ബട്ട് അതിന് തൊട്ട് മുമ്പുള്ള സൈൻ, അതായത് ബിയുടെ സൈൻ മൈനസ് ആയതുകൊണ്ട് നമുക്ക് എന്ത് കൊടുക്കാം, നമ്മുടെ ചെറിയ റൂട്ടിന് ആ സെയിം സൈൻ കൊടുക്കാം, അതായത് പ്ലസ് എന്ന് പറയാം. കാരണം നെഗറ്റീവ് ആയതുകൊണ്ട് അത് അതുപോലെ തന്നെ നിൽക്കും. പ്ലസ് ആണെങ്കിൽ അഗെയിൻ ഓപ്പോസിറ്റ് എടുക്കുക. നമ്മുടെ കോൺസ്റ്റന്റിന്റെ വാട്ട് സൈൻ വാട്ട് പ്ലസ് ആണ്, ആൻഡ് അതിന് മുമ്പുള്ള സൈൻ എന്താ, പ്ലസ് ആണെങ്കിൽ എന്ത് ചെയ്യുക, പ്ലസ് ഇൻഫ്ലുവൻസ് ചെയ്യും. അപ്പോൾ ഓപ്പോസിറ്റ് എടുക്കുക, നെഗറ്റീവ് ആക്കുക. വെരി സിമ്പിൾ തിങ്. ഓക്കെ അല്ലേ? അപ്പോൾ ഇങ്ങനെ വേണം നമ്മൾ റൂട്ട്സ് കണ്ടുപിടിക്കാൻ. ഇനി നമ്മൾ സെക്കൻഡ് സിറ്റുവേഷൻ നോക്കാം. അഗെയിൻ ഇവിടെ x സ്ക്വയർ -5x -6 is equal to 0 ആണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. അപ്പോൾ നമ്മൾ ആദ്യം നോക്കേണ്ടത് എന്താ, ഇവിടുത്തെ സൈനാണ്. അപ്പോൾ കോൺസ്റ്റന്റിന്റെ സൈൻ മൈനസ് ആയതുകൊണ്ട് നമ്മൾ എങ്ങനത്തെ റൂട്ട് കണ്ടുപിടിച്ചാൽ മതി. യെസ്, അഗെയിൻ എ സി എന്ന് പറയുന്നത് 1 into 6 തന്നെയാണ്. പക്ഷെ ഇവിടെ കോൺസ്റ്റന്റിന്റെ സൈൻ മൈനസ് ആയതുകൊണ്ട് നമ്മൾ എങ്ങനെയുള്ള ഫാക്ടേഴ്സ് കണ്ടുപിടിക്കണം, സച്ച് ദാറ്റ് സം ഹാസ് ടു ബി എന്തായിരിക്കണം, ഐ മീൻ ഡിഫറൻസ് ഹാസ് ടു ബി എന്തായിരിക്കണം, 5 ആയിരിക്കണം. പ്ലസ് ആണെങ്കിൽ സമ്മ് 5 ആയിരിക്കണം. അതായത് മിഡിൽ ടേം എന്താണോ അതായിരിക്കണം സമ്മ്.
റൈറ്റ്. ഇനി കോൺസ്റ്റന്റിന്റെ സൈൻ നെഗറ്റീവ് ആണെങ്കിൽ, മൈനസ് ആണെങ്കിൽ ഡിഫറൻസ് ആയിരിക്കണം മിഡിൽ ടേം, ഡിഫറൻസ് ആയിരിക്കണം മിഡിൽ ടേം. അപ്പൊ നമുക്ക് 6ന്റെയും 1ന്റെയും ഫാക്ടേഴ്സ് 1ഉം 6ഉം ആണ്, പക്ഷേ അവരുടെ ഡിഫറൻസ് 5 ആവണം. അപ്പോൾ 6ഉം 1ഉം അല്ലേ എടുക്കാൻ പറ്റുള്ളൂ. യെസ്, അപ്പോൾ 6ഉം 1ഉം ആണ് നമ്മുടെ ഫാക്ടേഴ്സ് ഉണ്ടാവുക. ബട്ട് വി ഹാവ് ടു റൈറ്റ് ഇൻ വാട്ട്, ഡിസെൻഡിങ് ഓർഡർ. ദാറ്റ് മീൻസ് വാട്ട്, ആദ്യം 6 എഴുതുക, പിന്നെ 1 എഴുതുക. ഡിസെൻഡിങ് മീൻസ് വലുതെന്ന് ചെറുതിലോട്ട് എഴുതുക. ഇനി വാട്ട്, നമുക്ക് ഇവർക്ക് സൈൻ കൊടുക്കണം. അപ്പോൾ നമ്മൾ അതിന് ആദ്യം എന്ത് ചെയ്യണം, നമ്മുടെ ബിയുടെ സൈൻ ഫോക്കസ് ചെയ്യുക. അപ്പോൾ ബിയുടെ സൈൻ ഇവിടെ നെഗറ്റീവ് ആണ്. അപ്പോൾ ഇവിടുത്തെ ലാർജർ റൂട്ടിന്റെ, വലിയ റൂട്ടിന്റെ സൈൻ എന്താവും, ഓപ്പോസിറ്റ് ആക്കുക. മൈനസ് ആണെങ്കിൽ പ്ലസ് ആക്കുക, പ്ലസ് ആണെങ്കിൽ മൈനസ് ആക്കുക. അപ്പം നമുക്കിവിടെ പ്ലസ് എന്ന് കിട്ടി. വെരി സിമ്പിൾ തിങ്. ഇനി നമുക്ക് ചെറിയ റൂട്ടിന്റെ സൈൻ കണ്ടുപിടിക്കണം. അതിന് നമ്മൾ എന്ത് ചെയ്യുക, ഈ കോൺസ്റ്റന്റ് സൈൻ നോക്കുക, അതിന് മുമ്പ് വരുന്ന സൈൻ എന്താണ് നോക്കുക. സോ അതിന് മുമ്പ് വരുന്നത് നമ്മുടെ ബിയുടെ സൈനാണ്, അത് നെഗറ്റീവാണ്. അത് നെഗറ്റീവ് ആയതുകൊണ്ട് നോ ചേഞ്ച്. നമ്മുടെ കോൺസ്റ്റന്റ് സൈൻ എന്താണോ അത് തന്നെ ആയിരിക്കും നമ്മുടെ ചെറിയ റൂട്ടിന് കൊടുക്കേണ്ട സൈൻ. ദാറ്റ് മീൻസ് അതെന്തായിരിക്കും, മൈനസ് ആയിരിക്കും. അത് പ്ലസ് ആണെങ്കിൽ എന്ത് ചെയ്യുക, റിവേഴ്സ് ചെയ്യുക, മൈനസ് പ്ലസ് ആക്കുക. വെരി സിമ്പിൾ തിങ്. സോ ഇങ്ങനെ വേണം നമ്മൾ എന്ത് കണ്ടുപിടിക്കാൻ, റൂട്ട്സ് കണ്ടുപിടിക്കാൻ. ബട്ട് ദ ഇൻട്രസ്റ്റിംഗ് തിങ് ഈസ് വാട്ട്, ഇവിടെ സൈൻ വെച്ചിട്ട് തന്നെ നമുക്ക് കുറേ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാതെ, അതായത് ഫാക്ടേഴ്സ് ഒന്നും കണ്ടുപിടിക്കാതെ സൈൻ വെച്ചിട്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, യെസ്. അതിന് മുമ്പ് നമ്മൾ അറിഞ്ഞിരിക്കണം, സി ഇവിടെ ax² + bx + c = 0 എന്ന് പറയുമ്പോൾ ബിക്ക് പ്ലസ് മൈനസ് ആവാം, അതുപോലെ സിക്കും പ്ലസും മൈനസും. അപ്പം നമുക്ക് 4 കോമ്പിനേഷൻസ് വരും. ആ 4 കോമ്പിനേഷൻസിലും ഈ സൈൻ, റൂട്ട്സിന്റെ സൈൻ അല്ലെങ്കിൽ സീറോസിന്റെ സൈൻ അല്ലെങ്കിൽ സൊല്യൂഷന്റെ സൈൻസ് എങ്ങനെയാണ് ചേഞ്ച് ആവാൻ നോക്കുക നമുക്കറിയാം. അതായത് ഇവിടെ പ്ലസ് ആണെങ്കിൽ ലാർജർ റൂട്ടിന്റെ സൈൻ എന്താവും, ഓപ്പോസിറ്റ് ആവും, മൈനസ് ആവും. ആ സെയിം കൺസെപ്റ്റ് വെച്ചിട്ട് നമുക്ക് റൂട്ട്സിന്റെ നേച്ചർ ഒന്ന് നോക്കാം. റൈറ്റ്. അപ്പം നോക്കി, ഇവിടെ ആദ്യം നമ്മൾ എന്ത് ചെയ്തു, കോൺസ്റ്റന്റ് ബി, ദെൻ വാട്ട്, കോൺസ്റ്റന്റ് സി. അതായത് ബി എന്ന് പറഞ്ഞാൽ കോഎഫിഷ്യന്റ് ഓഫ് എക്സ് ആണ് ഇവിടുത്തെ വരുന്ന വാല്യൂസ്, അതായത് സൈൻ, അവിടുത്തെ സൈൻ ആണ് നോക്കുക. അപ്പം നമ്മൾ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മൾ ഇവിടുത്തെ സൈൻ മൈനസ് ആണ്, ഇവിടുത്തെ സൈൻ പ്ലസ് ആണെന്ന് വിചാരിക്കുക. റൈറ്റ്. അപ്പം നമ്മൾ റൂട്ട്സ് കണ്ടുപിടിക്കണം. അപ്പോൾ റൂട്ട്സ് പറയുമ്പോൾ ഒന്ന് വലുതായിരിക്കും, ഒന്ന് ചെറുതായിരിക്കും. റൈറ്റ്, യെസ്. അപ്പോൾ മേ ബി ഈക്വൽ ആവാം, അത് ഡിഫറെൻറ്റ് കേസാണ്, നമുക്ക് ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഇവിടെ ഒന്ന് വലുതാണ്, ഒന്ന് ചെറുതാണ്, 2 റൂട്ട്സ് ആണ്. നമ്മൾ എന്ത് ചെയ്യണം, ഡിസെൻഡിങ് ഓർഡറിൽ എഴുതണം. അത് മാത്രം, ഈക്വൽ ആണെങ്കിൽ ഒരേപോലെ എഴുതും, അത്രേ ഉള്ളൂ, നോ ഇഷ്യൂസ്. അപ്പോൾ ഇവിടെ ഡിസെൻഡിങ് ഓർഡറിൽ എഴുതി. അപ്പോൾ ആദ്യമുള്ളത് വലിയ റൂട്ടാണ്, മറ്റേത് ചെറിയ റൂട്ടാണ്, നമുക്കറിയാം. റൈറ്റ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം ബിയുടെ സൈൻ നോക്കി, അത് മൈനസ് ആണ്. മൈനസ് ആണെങ്കിൽ ലാർജർ റൂട്ടിന്റെ സൈൻ എന്താവും, റിവേഴ്സ് ആവും. നോക്കിയേ, ഇവിടെ എന്തായി, മൈനസ് എന്തായി, യെസ്, പ്ലസ് ആയി. വെരി സിമ്പിൾ തിങ്. മൈനസ് ഇവിടെ പ്ലസ് ആയി. ഇനി എന്ത് ചെയ്യണം, സ്മോളർ റൂട്ടിന്റെ സൈൻ നോക്കണം. അതിന് നോക്കിയേ, കോൺസ്റ്റന്റിന്റെ സൈൻ നോക്കുക, അത് പ്ലസ് ആണ്. അതിന്റെ ഫ്രണ്ടിൽ മൈനസ് ആയതുകൊണ്ട് പ്ലസ് അതുപോലെ റീറ്റെയിൻ ചെയ്തു. റൈറ്റ്, സിമ്പിൾ തിങ്. ഇനി നോക്കി, രണ്ടാമത്തെ സിറ്റുവേഷൻ നോക്കി, പ്ലസും വന്നു. അപ്പോൾ ഇവിടെ പ്ലസ് ആയതുകൊണ്ട് ലാർജർ റൂട്ട് തിരിഞ്ഞു പോയി, മൈനസ് ആയി. ഇനി സെക്കൻഡ് വാട്ട്, കോൺസ്റ്റന്റിന്റെ സൈൻ പ്ലസ് ആയതുകൊണ്ട് അതിന് മുമ്പ് പ്ലസ് ആണ്, പ്ലസ് ആണെങ്കിൽ റിവേഴ്സ് ചെയ്യണം. അപ്പോൾ പ്ലസ് ഇവിടെ പോയിട്ട് മൈനസ് ആവും. സോ കോൺസ്റ്റന്റിന്റെ മുമ്പ് വരുന്നത് ബിയുടെ സൈൻ വാട്ട്, പ്ലസ് ആണെങ്കിൽ റിവേഴ്സ് ചെയ്യുക, മൈനസ് ആണെങ്കിൽ ആ സെയിം കോൺസ്റ്റന്റ് സൈൻ തന്നെ ആയിരിക്കും നമ്മുടെ ചെറിയ റൂട്ടിന് കൊടുക്കേണ്ട സൈൻ. സിമ്പിൾ തിങ്. അപ്പോൾ അടുത്തതിൽ ചെക്ക് ചെയ്യാം, മൈനസ് ആണ്. അപ്പോൾ എന്ത് ചെയ്യുക, റിവേഴ്സ് ചെയ്യുക, പ്ലസ് ആക്കുക. ഇനി ഇവിടെ മൈനസ് ആണ്, തൊട്ട് മുമ്പിൽ മൈനസ് ആയതുകൊണ്ട് ഈ മൈനസ് അവിടെ നമ്മൾ റീറ്റെയിൻ ചെയ്തു. സോ പ്ലസ് മൈനസ് ആയിരിക്കും ഇവിടുത്തെ റൂട്ട്സിന്റെ സൈൻ. ഇനി നോക്കിയാൽ ലാസ്റ്റ് വൺ പ്ലസ് ആണ്. അപ്പോൾ എന്ത് ചെയ്യുക, ലാർജർ റൂട്ട് ബിഗർ വൺ മൈനസ് ആവും ചെയ്തു. ഇനി സെക്കൻഡ് കോൺസ്റ്റന്റിന്റെ സൈൻ മൈനസ് ആണ്, അതിന് തൊട്ട് മുമ്പ് പ്ലസ് ആയതുകൊണ്ട്, മുമ്പ് പ്ലസ് ആണെങ്കിൽ റിവേഴ്സ് ചെയ്യുക, അപ്പോൾ മൈനസ് ഇവിടെ വരുമ്പോൾ പ്ലസ് ആവും. വെരി സിമ്പിൾ തിങ്. റൈറ്റ്. അപ്പം നമുക്ക് റൂട്ട്സിൻ്റെ സൈൻ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ട് ചില ക്വസ്റ്റ്യൻസ് ഒരൊറ്റ നോട്ടത്തിൽ വിത്തിൻ സെക്കൻഡ്സ് വാട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, യെസ്. ഇനി നമ്മൾ ബാങ്കിങ് എക്സാമിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആണ് വരിക. അതായത് ഒരു ക്വസ്റ്റ്യൻ തരും, വാട്ട്, 2 ക്വാഡ്രാറ്റിക് ഇക്വേഷൻ തരും, എന്നിട്ട് അവരുടെ റൂട്ട്സ് കണ്ടുപിടിക്കണം. അതായത് ഇവിടെ നോക്കിയേ, ഇവിടെ 1 ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഈസ് ഇൻ വാട്ട്, x variable and the other one is in y variable. അപ്പോൾ നമ്മൾ എക്സിൻ്റെ 2 വാല്യൂസ്, ബിക്കോസ് വി ആർ ടോക്കിംഗ് അബൌട്ട് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. സോ 2 റൂട്ട്സ് ആണ് ഉണ്ടാവുക, 2 സൊല്യൂഷൻസ് ആണ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ 2 എണ്ണം കണ്ടുപിടിക്കും. ഇവിടെ നോക്കിയേ, ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടെ എഴുതാം, a1 a2 അങ്ങനെ 2 റൂട്ട്സ് കിട്ടി. അതുപോലെ വൈയുടെയും നമ്മൾ 2 റൂട്ട്സ് കണ്ടുപിടിക്കണം, b1
B2 എന്ന് കണ്ടുപിടിച്ച് കിട്ടി. ഇനി നമ്മൾ ഇവരെ കമ്പയർ ചെയ്യണം. അതായത് A1 B1ഉം B2 ആയിട്ട് കമ്പയർ ചെയ്യുക, A2 B1 B2 ആയിട്ട് കമ്പയർ ചെയ്യുക. എന്നിട്ട് ഇതിലെ ഏത് ഇനീക്വാലിറ്റി അല്ലെങ്കിൽ ഏത് റിലേഷൻ ആണ് കറക്റ്റ് ആയിട്ട് വരിക. അതായത് ഇവിടെ A1ഉം A2ഉം ഗ്രേറ്റർ ദാൻ B1 ആൻഡ് B2 ആണെങ്കിൽ നമ്മൾ എന്തെഴുതും? ആൻസർ x ഗ്രേറ്റർ ദാൻ y. അതുപോലെ x ഗ്രേറ്റർ ഒന്ന് ഈക്വലും വേറെ ഗ്രേറ്ററും ആണെങ്കിൽ x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു y. ഇനി രണ്ടും ഈക്വൽ ആയിട്ട് വന്നു അല്ലെങ്കിൽ ഗ്രേറ്ററും ഈക്വലും ഒറ്റ റിലേഷനിൽ വരികയാണെങ്കിൽ അത് കനോട്ട് ബി ഡിറ്റർമിൻഡ്. റൈറ്റ്. സോ 2 3 നമ്പറാ, 2 ലെസ് ദാൻ 3 ആ, നമുക്ക് 2 വാട്ട് ഗ്രേറ്റർ ദാൻ 3 എന്ന് പറയാൻ പറ്റില്ല. സോ ഗ്രേറ്റർ ദാനും ഈക്വലും ഒറ്റ സെയിം സിറ്റുവേഷനിൽ വരികയാണെങ്കിൽ അഗെയിൻ ദാറ്റ് റിലേഷൻഷിപ്പ് വാട്ട് കനോട്ട് ബി ഡിറ്റർമിൻഡ് ആണ്. സോ അങ്ങനെ എഴുതുക. അങ്ങനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. റൈറ്റ്. അപ്പോൾ ദ തിങ് ഈസ് വാട്ട്, ഇവിടെ കമ്പാരിസൺ ആണ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ചില ക്വസ്റ്റ്യൻസിൽ നമുക്ക് റൂട്ട്സ് കണ്ടുപിടിക്കേണ്ട ആവശ്യമേ വരുന്നില്ല. സോ ഇവിടെയും നമുക്ക് റൂട്ട്സ് വേണ്ട, വി ആർ ജസ്റ്റ് വാട്ട് കമ്പയറിങ് റൂട്ട്സ്. അപ്പോൾ ചില ക്വസ്റ്റ്യൻസ് നേരത്തെ പറഞ്ഞ പോലെ സൈൻസ് വെച്ചിട്ട്, സൈൻ നമ്മൾ പ്ലസ് ആണോ മൈനസ് ആണോ അത് വെച്ചിട്ട് ഈസി ആയിട്ട് ഒറ്റ നോട്ടത്തിൽ നമുക്ക് ആൻസർ എത്താൻ പറ്റും. ഓക്കെ അല്ലേ? റൈറ്റ്. അപ്പോൾ അതിനുവേണ്ടി ഒന്നുകൂടെ പറയാം. അപ്പം നമ്മളിവിടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം. നമ്മുടെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ, ഇപ്പോൾ 2 ക്വാഡ്രാറ്റിക് ഇക്വേഷനെ തരിക. അതിൽ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ സൈൻസ്, അതായത് ബിയിൽ വരുന്ന സൈൻ മൈനസും കോൺസ്റ്റന്റ് സിയും, അതായത് ഇതാണ് ബി ഇതാണ് സി, ആ ഒരു ഐഡിയ വേണം. നമ്മുടെ സ്റ്റാൻഡേർഡ് ഫോമിൻ്റെ ഐഡിയ ക്ലിയർ ആയിട്ട് വേണം. അപ്പോൾ ബിയിൽ വരുന്നത് മൈനസും ഒരു ആദ്യത്തെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ഓക്കെ, ആദ്യത്തെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എടുത്തു കഴിഞ്ഞാൽ അതിൽ ബിയുടെ സൈൻ മൈനസും കോൺസ്റ്റന്റ് സൈൻ സിയും ആണ്. ഓക്കെ, ആൻഡ് രണ്ടാമത്തെ ക്വാഡ്രാറ്റിക് ഇക്വേഷനിൽ ബിയുടെ സൈൻ പ്ലസും കോൺസ്റ്റന്റ് സിയും ആണ്. അതായത് മൈനസ് പ്ലസ് കോമ്പിനേഷൻ ഒന്ന്, അതുപോലെ പ്ലസ് പ്ലസ് കോമ്പിനേഷൻ, അങ്ങനെ അങ്ങനെ 2 ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ സൊല്യൂഷൻ നോക്കിയേ. മൈനസ് പ്ലസ് വരുന്ന സമയത്ത് 2 റൂട്ടും പ്ലസ്സാണ്. അതുപോലെ പ്ലസ് പ്ലസ് വരുന്ന സമയത്ത് 2 റൂട്ടും മൈനസ് ആണ്, നെഗറ്റീവ് ആണ്. അപ്പം നമുക്ക് രണ്ടും പ്ലസ് ആണ് അല്ലെ വാട്ട്, മറ്റേത് രണ്ടും നെഗറ്റീവ് ആണെന്ന് പറയുമ്പോൾ പ്ലസ് എന്തായാലും വാട്ട് ഗ്രേറ്റർ ദാൻ ദ നെഗറ്റീവ് സൈൻ ആയിരിക്കില്ലേ? അപ്പം നമുക്ക് അവിടെ വാല്യൂ കണ്ടുപിടിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അപ്പം നമുക്ക് ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മൾ വാട്ട് സെർച്ച് ചെയ്യേണ്ട കാര്യം അല്ലെങ്കിൽ നോക്കേണ്ട കാര്യം എന്താ? അവരുടെ സൈൻ എങ്ങനെയാണ്, ആ കോമ്പിനേഷൻ്റെ സൈൻ എങ്ങനെയാണ്. സോ ഒന്ന് മൈനസും പ്ലസും ആണെങ്കിൽ മൈനസും പ്ലസും ഉള്ളത് എക്സിലാണോ വൈയിലാണോ എന്തോ ആയിക്കോട്ടെ, അതിൻ്റെ സൊല്യൂഷൻ എപ്പോഴും മറ്റേതിനേക്കാളും വലുതായിരിക്കും, ഗ്രേറ്റർ ദാൻ വൈ അല്ലെങ്കിൽ വൈ ഗ്രേറ്റർ ദാൻ എക്സ് എന്ന് ഈസി ആയിട്ട് നമുക്ക് ഒരൊറ്റ നോട്ടത്തിൽ ആൻസർ ചെയ്യാൻ പറ്റും. സോ ഈ ഒരു ഐഡിയ നമുക്ക് എപ്പോഴും വേണം. ബിക്കോസ് വി ആർ ടോക്കിംഗ് അബൌട്ട് ബാങ്ക് എക്സാം, അവിടെ നമുക്ക് ടൈം സേവ് ചെയ്യലാണ് ഇമ്പോർട്ടൻറ്റ്. അതുകൊണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ സോൾവ് ഒക്കെ ചെയ്ത് സൊല്യൂഷൻസ് ഒക്കെ കണ്ടുപിടിച്ച് വാട്ട് സെയിം സാധനമാണ് കിട്ടുന്നതെങ്കിൽ പിന്നെ അത് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. റൈറ്റ്. അപ്പോൾ നമ്മൾ ടൈം സേവ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ എയിം, മോട്ടീവ് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം സൈൻ നോക്കാൻ ഇത് ഒറ്റ നോട്ട് നമുക്ക് കിട്ടും, അതിന് എക്സ്ട്രാ എഫേർട്ട് ഒന്നും വേണ്ട. സോ ഒന്ന് മൈനസും പ്ലസും വാട്ട് മറ്റേത് പ്ലസും പ്ലസും ആണെങ്കിൽ മൈനസും പ്ലസും ഉള്ളത് ഗ്രേറ്റർ ദാൻ വാട്ട് പ്ലസും പ്ലസും ഉള്ളതായിരിക്കും. അപ്പോൾ ഒന്നും നോക്കണ്ട, നമുക്ക് എക്സ് ഗ്രേറ്റർ ദാൻ വൈ അല്ലെങ്കിൽ വൈ ഗ്രേറ്റർ ദാൻ വാട്ട് എക്സ് എന്ന് ഈസി ആയിട്ട് പറയാൻ പറ്റും. സോ ഇതാണ് ഫസ്റ്റ് കണ്ടീഷൻ. ഓക്കെ, അപ്പോൾ അത് ആലോചിച്ച് വയ്ക്കുക. ഇനി അതുപോലെ രണ്ടാമത്തെ സിറ്റുവേഷൻ എന്ന് പറയുകയാണെങ്കിൽ അഗൈൻ ക്വാഡ്രാറ്റിക് ഇക്വേഷൻസിൽ നമ്മുടെ കോൺസ്റ്റന്റ് ടേം, അതായത് നോക്കിയേ ax സ്ക്വയർ പ്ലസ് bx പ്ലസ് c. അപ്പോൾ കോൺസ്റ്റന്റ് ടേമിൻ്റെ സൈൻ നെഗറ്റീവ് ആണ് വിചാരിക്കുക രണ്ടിലും. സോ കോൺസ്റ്റന്റിൻ്റെ സൈൻ നെഗറ്റീവ് ആണെങ്കിൽ സൊല്യൂഷൻ റൂട്ട്സിൻ്റെ സൈൻസ് നോക്കിയാൽ ഒന്ന് പ്ലസ്സും ആണ് ഒന്ന് മൈനസും ആണ്. 2 സിറ്റുവേഷനിലും പ്ലസും മൈനസും ആണ്. അപ്പം നമുക്ക് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ തന്നിട്ട് വാട്ട് സൈൻസും മൈനസും തന്നു കഴിഞ്ഞാൽ ആ 2 ഇക്വേഷൻ്റെയും റൂട്ട്സ് ഇതുപോലെ പ്ലസും മൈനസും ആയിരിക്കും. അപ്പോൾ ഇതിൽ പ്ലസ് ഉള്ളത് മറ്റേതിൽ മൈനസിനേക്കാളും ഗ്രേറ്റർ ദാൻ ആയിരിക്കും, ആൻഡ് ഇതിൽ മൈനസ് ഉള്ളത് മറ്റേതിന് പോസിറ്റീവിനേക്കാളും ചെറുതുമായിരിക്കും. അപ്പം ഗ്രേറ്റർ ദാനും ഈക്വൽ ഗ്രേറ്റർ ദാനും ലെസ് ദാനും ഒരൊറ്റ ഇക്വേഷനിൽ വരികയാണ്, ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ റിലേഷനിൽ വരികയാണ്. എഗെയിൻ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം ദ സിറ്റുവേഷൻ ഈസ് വാട്ട് കനോട്ട് ബി ഡിറ്റർമിൻഡ്, നമുക്ക് സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്കത് മാർക്ക് ചെയ്യാം. അപ്പോൾ കോൺസ്റ്റന്റിൻ്റെ വാല്യൂ രണ്ടും നെഗറ്റീവ് ആണെങ്കിൽ എന്താ കനോട്ട് ബി ഡിറ്റർമിൻഡ് ആണ്, CND ആണ് എന്ന് നമുക്ക് ഈസി ആയിട്ട് ഒറ്റ നോട്ടത്തിൽ തന്നെ ആൻസർ ചെയ്യാൻ പറ്റും. സോ ഈ 2 ഐഡിയാസ് നമുക്ക് വേണം. അതായത് ഒന്ന് മൈനസ് പ്ലസ് ആണെങ്കിൽ മൈനസ് പ്ലസ് ഉള്ളത് ഗ്രേറ്റർ ദാൻ പ്ലസ് വാട്ട് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആയിരിക്കും അതിൻ്റെ റൂട്ട്സ്. അതുപോലെ രണ്ടിലും മൈനസ് വന്നു കഴിഞ്ഞാൽ അഗെയിൻ വാട്ട് നമുക്ക് സൊല്യൂഷൻ കനോട്ട് ബി ഡിറ്റർമിൻഡ് ആയിരിക്കും. ഓക്കെ അല്ലേ? റൈറ്റ്. സോ സിമ്പിൾ തിങ്. നൗ വാട്ട് ലെറ്റ് us ഹാവ് എ ക്വസ്റ്റ്യൻ. സോ ഇവിടെ 2 ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് തന്നിട്ടുണ്ട്. സോ നമ്മുടെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്തൊക്കെയാണ്? x സ്ക്വയർ മൈനസ് 5x പ്ലസ് 40 ഈസ് ഈക്വൽ ടു 0, y സ്ക്വയർ പ്ലസ് 16y പ്ലസ് 64 ഈസ് ഈക്വൽ ടു 0. അപ്പോൾ നമുക്കറിയാം 2 ക്വാഡ്രാറ്റിക് ഇക്വേഷനിൽ ഒന്നിൽ സൈൻസും മൈനസും പ്ലസും വന്നു കഴിഞ്ഞാൽ, അതായത് കോഎഫിഷ്യന്റ് ഓഫ് എക്സിൻ്റെ വാട്ട് സൈൻ മൈനസും
കോൺസ്റ്റന്റ് സൈൻ പ്ലസും ഒന്നിൽ വന്നു, മറ്റേതിൽ രണ്ടും പ്ലസ്, അതായത് കോയിഫിഷ്യന്റ് ഓഫ് എക്സ് വാട്ട് പോസിറ്റീവ് ആണ്, കോൺസ്റ്റന്റും പോസിറ്റീവ് ആണെങ്കിൽ വാട്ട് മൈനസ് പ്ലസ് എന്ന് വരുന്ന റൂട്ട് എപ്പോഴും എന്തായിരിക്കും ഗ്രേറ്റർ ദാൻ പ്ലസ് വരുന്ന റൂട്ടിനെക്കാളും ആയിരിക്കും. സിമ്പിൾ തിങ്. അപ്പോൾ നമുക്കിവിടെ നോക്കാം. നമുക്കറിയാം മൈനസും പ്ലസും ആണെങ്കിൽ റൂട്ട്സിന്റെ സൈൻസ് എന്തൊക്കെയാ? രണ്ടും പ്ലസ് ആണ്. പ്ലസും ആണെങ്കിൽ റൂട്ട്സിന്റെ സൈൻ എങ്ങനെയായിരിക്കും? രണ്ടും നെഗറ്റീവ് ആണ്. ഓഫ് കോഴ്സ് വാട്ട് എക്സ് രണ്ട് പോസിറ്റീവ് വൈ രണ്ട് നെഗറ്റീവ്. സോ ദ ആൻസർ വുഡ് ബി വാട്ട് എസ്. ഓപ്ഷൻ എ എക്സ് ഗ്രേറ്റർ ദാൻ വൈ. സിമ്പിൾ തിങ്. അപ്പോൾ നമുക്ക് ഇതുകൂടെ എഴുതേണ്ട ആവശ്യമില്ല. ഒറ്റ ഓർഡറിൽ തന്നെ നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ ആൻസർ കിട്ടും. സോ ലെറ്റ് us move to the next question. Yes. So ഇവിടെ quadratic equations ഏതൊക്കെയാ? x square plus 9x plus 20 is equal to 0, y square minus 7y plus 12 is equal to 0. അപ്പോൾ രണ്ടും പ്ലസ് ആണെങ്കിൽ എന്താ? നമുക്ക് റൂട്ട്സിന്റെ സൈൻ നെഗറ്റീവ് രണ്ടും ഒന്ന് മൈനസും ഒന്ന് പ്ലസ് ആണെങ്കിൽ രണ്ടും പ്ലസ്. അപ്പോൾ നോക്കിയേ എക്സ് വാട്ട് ലെസ് ദാൻ ഓഫ് കോഴ്സ് വൈ. സോ ദ ആൻസർ ഈസ് വാട്ട്? ഓപ്ഷൻ ബി. സിമ്പിൾ അല്ലേ? ഓർഡർ തന്നെ നമുക്ക് ആൻസർ എത്താൻ പറ്റും. നമുക്ക് കാണാം, അത്രേ ഉള്ളൂ. സോ നെക്സ്റ്റ് വൺ, എക്സ് സ്ക്വയർ മൈനസ് 14x മൈനസ് 45 is equal to 0, വൈ സ്ക്വയർ പ്ലസ് 18y മൈനസ് 72 is equal to 0. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ കോൺസ്റ്റന്റിന്റെ സിയുടെ സൈൻ രണ്ടിലും മൈനസ് ആണെങ്കിൽ സൊല്യൂഷൻ എങ്ങനെയായിരിക്കും? ഓഫ് കോഴ്സ് ഒന്ന് പ്ലസും മൈനസും ആയിരിക്കും. നമുക്കിവിടെ ഒന്ന് പ്ലസും മൈനസും ആയിരിക്കും, മറ്റേതിലും എന്തായിരിക്കും? പ്ലസും മൈനസും ആയിരിക്കും. റൈറ്റ്. അപ്പോൾ പ്ലസും മൈനസും വന്നു കഴിഞ്ഞാൽ ഒന്ന് വലുതും മറ്റേത് ചെറുതും. സോ പ്ലസ് ഈ നെഗറ്റീവിനേക്കാളും വലുതായിരിക്കും. നോക്കിയേ, ഈ പ്ലസ് ഈ നെഗറ്റീവിനേക്കാളും വലുതായിരിക്കും, ഈ നെഗറ്റീവ് ഈ പ്ലസിനേക്കാളും ചെറുതായിരിക്കും. അപ്പോൾ എക്സ് ഗ്രേറ്റർ ദാൻ എന്നും വന്നു, ലെസ് ദാൻ എന്നും വന്നു. ദാറ്റ് മീൻസ് വാട്ട്? ഇക്വേഷൻ റിലേഷൻ cannot be determined ആണ്. ആൻസർ എന്താവുക? സി എൻ ഡി ആണ്. അപ്പോൾ ഒന്നും നോക്കണ്ട, നമ്മുടെ കോൺസ്റ്റൻസിന്റെ സൈൻ എന്താണെന്ന് മാത്രം നോക്കുക. രണ്ടും മൈനസ് ആണോ? ബാക്കി ഒന്നും ചിന്തിക്കേണ്ട. ആൻസർ ഈസ് വാട്ട്? cannot be determined. സിമ്പിൾ തിങ് അല്ലേ? അത്രേ ഉള്ളൂ. നൗ നെക്സ്റ്റ് വൺ, എക്സ് സ്ക്വയർ പ്ലസ് 7x മൈനസ് 12 is equal to 0, വൈ സ്ക്വയർ പ്ലസ് 9y മൈനസ് 20 is equal to 0. ഒറ്റ നോട്ടിൽ നോക്കി രണ്ടിലും വാട്ട്? കോൺസ്റ്റൻസിന്റെ സൈൻ നെഗറ്റീവ് ആണ്. സോ ദ ആൻസർ ഈസ് വാട്ട്? സി എൻ ഡി. സിമ്പിൾ തിങ്. അത്രേ ഉള്ളൂ. ആൻഡ് ലെറ്റ് us have the very last question for the day. x square minus 32x plus 240 is equal to 0, y square plus 3y plus 108 is equal to 0. അപ്പോൾ നമുക്കറിയാം ഒന്ന് മൈനസും ഒന്ന് പ്ലസും ആണെങ്കിൽ റൂട്ട്സ് എങ്ങനെയായിരിക്കും? രണ്ടും പ്ലസ് ആണെന്നറിയാം. ഒന്ന് പ്ലസും മറ്റേതും പ്ലസ് ആണെങ്കിൽ എങ്ങനെയാണ് റൂട്ട്സ് വരിക? രണ്ടും മൈനസ് ആണ്. സോ ഓഫ് കോഴ്സ് വാട്ട്? എക്സ് ഗ്രേറ്റർ ദാൻ വൈ വരും. സോ ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ. സിമ്പിൾ അല്ലേ? അത്രേ ഉള്ളൂ. യെസ്. സോ ദാറ്റ്സ് ഓൾ ഫോർ ദ ഡേ. അപ്പോൾ ഇന്ന് നമുക്ക് ഇത്ര മതി. ഇനി ഓഫ് കോഴ്സ് നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ബാക്കി വരുന്ന കോമ്പിനേഷൻസിൽ എങ്ങനെയാണ് ഈസി ആയിട്ട് റൂട്ട്സ് കണ്ടുപിടിക്കുക, സൊല്യൂഷൻ കണ്ടുപിടിക്കുക, കമ്പയർ ചെയ്യുക, ആൻസറിലോട്ട് എത്താൻ നോക്കാം. സോ ടിൽ ദെൻ ടേക്ക് കെയർ, കീപ് ലേണിംഗ്, കീപ് പ്രാക്ടീസിങ്. താങ്ക് യു സോ മച്ച്.